നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങളുടെ പൂന്തോട്ടത്തിലോ അല്ലെങ്കിൽ ഏതെങ്കിലും പാർക്കിലോ ഒരിക്കലും ഒറ്റയ്ക്ക് ജീവിക്കാത്ത ഒരു കൂട്ടം പക്ഷികളെ കണ്ടിട്ടുണ്ടോ? അവരെപ്പോഴും 6 മുതൽ 7 വരെയുള്ള കൂട്ടങ്ങളിലായിട്ടാണ് ചുറ്റി സഞ്ചരിക്കുന്നത്. പരസ്പരം ഇടതടവില്ലാതെ സംസാരിച്ചു കൊണ്ടിരിക്കുകയും എല്ലാ സമയത്തും ഏതെങ്കിലും വിഷയത്തിൽ ഒരു ചർച്ച നടത്തുകയാണെന്ന് തോന്നും. അതെ, ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും സാമൂഹികമായ അല്പം വർത്തമാനം പറയാൻ ഇഷ്ടപ്പെടുന്ന പക്ഷിയെ കുറിച്ചാണ്. അതിനെ ശാസ്ത്രീയമായി ജംഗിൾ ബാബ്ലർ അല്ലെങ്കിൽ മലയാളത്തിൽ കരിയിലക്കിളി അല്ലെങ്കിൽ കരിയില പക്ഷി എന്ന് വിളിക്കുന്നു. എന്നാൽ ചിലയിടങ്ങളിൽ ഇവരെ ആംഗ്രി ബേർഡ് എന്നും വിളിക്കാറുണ്ട്. ഇന്നത്തെ ഈ വീഡിയോയിൽ ഈ അപൂർവ പക്ഷികളെ കുറിച്ച് രസകരമായ ചില കാര്യങ്ങൾ നമ്മൾ അറിയാൻ പോകുകയാണ്. അതുകൊണ്ട് വീഡിയോ അവസാനം വരെ തീർച്ചയായും കാണുക. ആദ്യം തന്നെ ഇവരുടെ രൂപഭാവങ്ങളെ കുറിച്ച് സംസാരിക്കാം. ജംഗിൾ ബാബ്ലർ വലുപ്പത്തിൽ മൈനയോളം വലുതാണ്. ഇവരുടെ നിറം മങ്ങിയ തവിട്ട് നിറമോ അല്ലെങ്കിൽ മണ്ണ് പോലെയുള്ള നിറമോ ആണ്. ഇത് നിലത്ത് വീണ് കിടക്കുന്ന ഉണങ്ങിയ ഇലകൾക്കിടയിൽ ഒളിച്ചിരിക്കാൻ ഇവരെ സഹായിക്കുന്നു. എന്നാൽ ഇവരുടെ ഏറ്റവും പ്രത്യേകതയുള്ള അടയാളം അവരുടെ മഞ്ഞ കലർന്ന വെള്ള കണ്ണുകളാണ്. അത് എപ്പോഴും ദേഷ്യത്തോടെ ആരോടോ തുറച്ചു നോക്കുന്നത് പോലെ തോന്നിക്കും. ഈ കാരണം കൊണ്ട് ഇവരെ യഥാർത്ഥ ജീവിതത്തിലെ ആംഗ്രി ബേർഡ് എന്ന് വിളിക്കുന്നു. എന്നാൽ നോർത്ത് ഇന്ത്യയിൽ ഇവരെ സാത് ബായ് എന്നാണ് വിളിക്കുന്നത്. അതായത് 7 സഹോദരന്മാർ. ഇവരെപ്പോഴും 7 പേരായിട്ടാണ് കാണപ്പെടുന്നത്. ഇവരുടെ എണ്ണം എപ്പോഴും 7 തന്നെയായിരിക്കും എന്ന് തീർത്തും പറയാൻ പറ്റില്ല. ഇവർ 3 പേരാകാം അല്ലെങ്കിൽ 10 പേരുമാകാം. എന്നാൽ ഇവർ കൂടുതലും ഒരു വലിയ ഗ്രൂപ്പായോ അല്ലെങ്കിൽ ജോയിന്റ് ഫാമിലി ആയോ ആണ് ജീവിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മുടെ പൂർവികർ ഇവരെ സ്നേഹത്തോടെ സാത് ബായ് എന്ന് പേരിട്ട് വിളിച്ചത്. ജംഗിൾ ബാബ്ലറുടെ ഏറ്റവും മനോഹരമായ കാര്യം ഇവരുടെ സഹോദര ബന്ധമാണ്. ഈ പക്ഷികൾക്ക് ഒറ്റയ്ക്ക് ജീവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല. ഇവരുടെ പൂർണ്ണ ദിവസവും ഒന്നിച്ചാണ് കഴിയുന്നത്. ഇവർ നിലത്ത് വീണ് കിടക്കുന്ന ഇലകളെ മറിച്ചിട്ട് പ്രാണികളെ തിരിയുന്നു. ഉച്ച സമയത്ത് ഇവർ ഏതെങ്കിലും മരച്ചില്ലയിൽ നിരയായി ഇരുന്ന് പരസ്പരം ചിറകുകൾ കൊക്കുകൊണ്ട് വൃത്തിയാക്കുന്നു. ഇതിനെ പ്രീണിംഗ് എന്ന് വിളിക്കുന്നു. ഈ പ്രീണിംഗ് പ്രക്രിയ ഇവയ്ക്കിടയിൽ സ്നേഹം വർദ്ധിപ്പിക്കാനുള്ള ഒരു വഴിയാണ്. എന്റെ പ്രിയ സുഹൃത്തെ, ഞാൻ എന്റെ ചെറുപ്പകാലത്ത് ഈ പക്ഷികളെ ധാരാളം കണ്ടിട്ടുണ്ട്. പക്ഷെ എന്നാൽ ഇപ്പോൾ ഈ പക്ഷികളെ കാണാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോൾ ഈ പക്ഷിയെ കാണാൻ കഴിയുന്നുണ്ടോ എന്ന് താഴെ തീർച്ചയായും കമന്റ് ചെയ്യുക. മുഴുവൻ പക്ഷിയും നിലത്ത് ആഹാരം തിരയുമ്പോൾ ഇവരിൽ ഒരു പക്ഷി ഉയർന്ന മരച്ചില്ലയിൽ ഇരുന്ന് കാവൽക്കാരന്റെ ജോലി ചെയ്യുന്നു. ഏതെങ്കിലും പൂച്ചയെയോ പരുന്തിനെയോ കണ്ടയുടൻ അത് പ്രത്യേക തരത്തിലുള്ള ശബ്ദമുണ്ടാക്കി എല്ലാവരെയും അലേർട്ട് ചെയ്യുകയും എല്ലാവരും ഉടൻ തന്നെ മരച്ചില്ലകളിൽ ഒളിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. ഇതൊരു അത്ഭുതകരമായ ഒരു ടീം വർക്ക് അല്ലേ? നമ്മുടെ ഈ ഒരു കാലഘട്ടത്തിൽ മനുഷ്യരിൽ കൂട്ടുകുടുംബ വ്യവസ്ഥ കുറഞ്ഞു വരികയാണ്. എന്നാൽ ഈ പക്ഷികളിൽ ഇന്നും ഉറച്ച കൂട്ടുകുടുംബ വ്യവസ്ഥയുണ്ട്. ഇവരുടെ പ്രജനനകാലം വരുമ്പോൾ അച്ഛന്മാർ മാത്രം കുട്ടികളെ പരിപാലിക്കുന്നില്ല. ആ കുടുംബത്തിൽ ബാക്കി അംഗങ്ങൾ, അതായത് നമുക്ക് ചെറിയച്ഛൻ, ചെറിയമ്മ അല്ലെങ്കിൽ സഹോദരങ്ങൾ എന്ന് വിളിക്കുന്നവർ കൂടുകൂട്ടുന്നതിലും മുട്ടകൾ സംരക്ഷിക്കുന്നതിലും കുട്ടികൾക്ക് ഭക്ഷണം എത്തിക്കുന്നതിലും പൂർണ്ണമായി സഹായിക്കുന്നു. എന്നാൽ ഇവരുടെ ഈ കാര്യത്തെ മുതലെടുക്കുകയാണ് കുയിൽ എന്ന് പറയുന്ന പക്ഷി. അത് ആരും അറിയാതെ വന്ന് തന്റെ മുട്ടകൾ ഇവരുടെ കൂട്ടിലിടുന്നു. ഈ കരിയില പക്ഷി വളരെ പാവങ്ങളാണ്. അതിനാൽ അവർ ആ മുട്ടകളെയും തങ്ങളുടെ കുഞ്ഞുങ്ങളായി കരുതി പോറ്റി വളർത്തുന്നു. ഇവരെ കാണാൻ വളരെ സാധാരണക്കാരായി തോന്നുമെങ്കിലും ഇവരുടെ ശബ്ദം നിങ്ങൾക്ക് അല്പം ബഹളം നിറഞ്ഞതായി തോന്നും. ഇവർ നമ്മുടെ പരിസ്ഥിതിയുടെയും കർഷകരുടെയും വലിയ കൂട്ടുകാരാണ്. ചിതലുകൾ, പാറ്റുകൾ, ചെടികൾക്ക് നാശം വരുത്തുന്ന പ്രാണികൾ എന്നിവയാണ് ഇവരുടെ പ്രധാന ഭക്ഷണം. ഇവർ ദിവസം മുഴുവൻ നിങ്ങളുടെ പൂന്തോട്ടത്തിലോ വയലുകളിലോ മാലിന്യങ്ങൾ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുന്നു. ഒരു തരത്തിൽ ഇവ നമ്മളുടെ പരിസ്ഥിതിയിലെ നാച്ചുറൽ പെസ്റ്റ് കൺട്രോൾമെന്റ് ആണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, അടുത്ത തവണ നിങ്ങളുടെ വീടിന് ചുറ്റും ഈ പക്ഷിക്കൂട്ടത്തെ കാണുമ്പോൾ ഒന്ന് നിന്ന് അവരെ ശ്രദ്ധിച്ച് കേൾക്കുകയും കാണുകയും ചെയ്യുക. ഐക്യത്തിൽ എത്രത്തോളം ശക്തിയുണ്ടെന്നും ഒത്തുചേർന്ന് ജീവിച്ചാൽ എന്ത് പരിസ്ഥിതിയെയും തരണം ചെയ്യാൻ കഴിയുമെന്നും ഇവർ നമ്മെ പഠിപ്പിക്കുന്നു. ജംഗിൾ ബാബ്ലറുടെ, അതായത് കരിയില കിളിയുടെ ഏത് ശീലമാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് എന്ന് കമന്റ് ചെയ്ത് തീർച്ചയായും പറയുക. നിങ്ങൾക്ക് ഈ വീഡിയോ രസകരവും അറിവുള്ളതുമായി തോന്നിയെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക. കൂടാതെ നമ്മളുടെ ഈ ചാനൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും നന്ദി, നമസ്കാരം.